നീറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിൽ. പരീക്ഷ കഴിഞ്ഞു എന്ന ആശ്വാസത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. പലരും വിദേശത്തേക്കടക്കം മടങ്ങിയെന്നും പാലാ ബ്രില്യന്റ് ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് പറയുന്നു. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു എക്സാം അല്ല. നമ്മുടെ നമ്മുടെ മാനസികമായിട്ടൊക്കെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ 3 വർഷത്തിലധികം ഇതിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് നല്ല മൊമെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇതെല്ലാം റിസ്ക് ചെയ്ത് ഒരു കൊല്ലം വീണ്ടും നമ്മളിതിൽ പഠിക്കാൻ വരാനുള്ള കാരണം ഓരോ വർഷം കിട്ടുമ്പോഴും അടുത്ത വർഷങ്ങളിൽ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ എൻ്റെ സ്കോർ നോക്കുമ്പം 650+ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗവൺമെൻറ് സീറ്റ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്നാണ് ഇപ്പം നീറ്റ് ക്യാൻസൽ ചെയ്തെന്നുള്ളൊരു വാർത്ത വരുന്നത്. ഉറപ്പായിട്ടും ഭയങ്കര സങ്കടമാണ്. ഇപ്പം ഞങ്ങൾ ഇമ്മീഡിയറ്റ് വാർത്ത അറിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങളിപ്പം പെട്ടെന്ന് ഞങ്ങൾ 2:30 അങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞങ്ങൾ എല്ലാ കുട്ടികൾക്കും ലൈവ് വെച്ചിരിക്കുകയാണ്. ഒന്ന് പാനിക്കാകരുത്, അതാണ് ഏറ്റവും പ്രശ്നം. കുട്ടികൾ പാനിക്കാകരുത്, പാരൻസിനോട് പാനിക്കാകരുത്. ഇങ്ങനെ സ്ഥിതി വന്നാൽ അത് നമ്മളതിനെ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. അതൊന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തിയിട്ട് ഞങ്ങൾ അതിന് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് എത്രയും പെട്ടെന്ന് അടുത്ത ആഴ്ച തന്നെ ഞങ്ങൾ പരീക്ഷകൾ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഈവൻ ഹോസ്റ്റ് തിരിച്ചു കൊണ്ടവർക്ക് അതിനുള്ള ഹോസ്റ്റലുകളുടെ സംവിധാനം ഒരുക്കുകയാണ്. അങ്ങനെ അവർ ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണവും ഞങ്ങൾ ചെയ്തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.